ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട 3 വചനം ഒന്ന് വച്ച് ധ്യാനിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 20-ാം വചനവും, ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം 6-ാം വചനവും, പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 22-ാം വചനവും. ഈ വചനമെല്ലാം ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള വചനമാണ്. ദൈവഭക്തൻ്റെ മേൽ അതായത് തിന്മയ്ക്ക്, എതിർശക്തികൾക്ക്, പ്രകൃതി ശക്തികൾക്ക് യാതൊരുവിധ അധികാരമില്ല. ഒരു ദൈവഭക്തനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു ദൈവഭക്തനെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അതായത് 19-ാം അധ്യായം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം പറയുന്നത് ദൈവഭക്തൻ്റെ മേൽ, അതായത് ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ ജലം അഗ്നിയെ കെടുത്തുന്ന അതിൻ്റെ തനി സ്വഭാവം വിസ്മരിച്ചു. പ്രകൃതി നിയമങ്ങൾക്കെല്ലാം വ്യത്യസ്തമായി ദൈവഭക്തനെ സ്വർഗം സംരക്ഷിക്കുകയാണ്. അതിന് ദൈവഭക്തൻ്റെ മേൽ അതിന് അധികാരമില്ലെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 22:20 പറയുന്നു. വീണ്ടും ജലം അഗ്നിയെ കെടുത്തുന്ന അതിൻ്റെ തനി സ്വഭാവം വിസ്മരിച്ച് അത് നവ്യരൂപമെടുത്തു എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 19:6 പറയുന്നു. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഈ വചനങ്ങളെല്ലാം ദൈവം പറയാൻ കാരണം പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വചനമാണ്. അവിടെ വചനം പറയുന്നത് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകുന്നു. അതുകൊണ്ട് ദൈവഭക്തി എത്രമാത്രം ശ്രേയസ്കരമാണ്, ദൈവഭക്തി എത്രമാത്രം ഉന്നതമാണ്, ദൈവഭക്തി എത്രമാത്രം സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു നന്മയാണ്, ഒരു കൃപയാണ്, ഒരു അഭിഷേകമാണ്, ഒരു സമൃദ്ധിയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളാലാവുന്ന വിധത്തിൽ ഈ ദൈവഭക്തിക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്താൽ സ്വർഗത്തിൻ്റെ വളരെ വ്യത്യസ്തമായ വാക്കുകൾ വർണ്ണിക്കാൻ കഴിയാത്ത വ്യക്തമായ ഒരു സംരക്ഷണം കൊണ്ട് സ്വർഗം നമ്മെ വലയം ചെയ്യും, പൊതിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.